ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നലെ 10th പ്രിലിംസിന്റെ സെക്കൻഡ് സ്റ്റേജിന് വേണ്ടി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സ് ബാക്കിയുള്ള സബ്ജക്ട്സിന്റെയും കൂടെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ടോട്ടൽ നമ്മൾ എല്ലാത്തിനെയും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററിയിലെയും അതുപോലെ തന്നെ നാച്ചുറൽ സയൻസിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് പോയിന്റ്സ് ആയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ കേരള ഹിസ്റ്ററിയിലെ നവകേരളം സൃഷ്ടിക്കുക എന്ന് പറയുന്ന പാഠത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആദ്യത്തെ കുറച്ച്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നാച്ചുറൽ സയൻസിലെ രോഗങ്ങളും രോഗകാര്യങ്ങളും ബേസ് ചെയ്തിട്ടുള്ള കുറച്ചും, പിന്നെ രക്തപര്യായന വ്യവസ്ഥ, രക്തവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ചുള്ളതിന്റെ ഞാനിങ്ങനെ പോയിന്റ്സ് ആയിട്ട് എഴുതാട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസ് ഒക്കെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കാണാട്ടോ. യൂട്യൂബിന്റെ സൈഡ് സെറ്റിംഗ്സിൽ പ്ലേബാക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും കാണാട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു പോയിന്റിലോട്ട് പോകാം. വാദിക്കാനും എന്നുള്ളതല്ല കേട്ടോ, വാദിക്കുവാനും എന്നുള്ളതാണ്. ഒരു ടൈപ്പിംഗ് എറർ വന്നതാണ്. വാദിക്കുവാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവമത സമ്മേളനത്തിന്റെ കവാടത്തില് ഗുരു കുറിച്ച വരികളാണത്. ഓക്കെ, എവിടെ വെച്ചായിരുന്നു ഈ സർവമത സമ്മേളനം? ആലുവയിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹം വിളിച്ചു ചേർത്തത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രധാന മാസികകൾ ഏതൊക്കെയാണെന്നറിയോ? മുസ്ലിമും അൽ ഇസ്ലാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചും കുറച്ച് നവോത്ഥാന നായകരുടെ ഓൾറെഡി നവകേരള സൃഷ്ടിക്കാൻ എന്ന് പറയുന്ന പാഠത്തിലുണ്ട്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, തീർച്ചയായിട്ടും ചോദ്യമാക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഞാനിപ്പോ ഇത് പറഞ്ഞത്. നമുക്ക് ലേറ്റസ്റ്റ് നടന്ന എക്സാമിൽ എന്താണ് അബ്ദുറഹ്മാനെ സംബന്ധിച്ചിട്ടുള്ളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് നോക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പത്രമാണ് സ്വദേശാഭിമാനി പത്രം അല്ലെ. അതിന്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1910 എന്ത് ചെയ്യുന്നത്? പത്രം കണ്ടുകെട്ടുന്നത്. പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയും ചെയ്യുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. എന്ത്? പ്രസ് മടക്കി കിട്ടാനുള്ള ശ്രമം നടത്താൻ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് ഇങ്ങനെയായിരുന്നു: എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്നുള്ളത്. ഓക്കെ, ആ കാര്യവും മനസ്സിലാക്കാം. നെക്സ്റ്റ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് ചോദിക്കും കേട്ടോ. എന്താണ്? സാമൂഹികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞതാരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പൊ ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. നിങ്ങൾ പാഠഭാഗം നോക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അടുത്തത് ഋതുമതി എന്ന നാടകം രചിച്ചത് അത് ആരാന്നറിയോ? പ്രേംജിയാണ്. ചിലപ്പോൾ പ്രേംജി എന്ന് തരാം, അല്ലെങ്കിൽ എന്താണെന്നറിയോ? MP ഭട്ടതിരിപ്പാടാണ് കേട്ടോ. MP ഭട്ട. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. പിന്നെ ആ പാഠഭാഗത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ് മേച്ചിൽ പുല്ല് സമരം. ഓക്കെ, മേച്ചിൽ പുല്ല് സമരം അതിന് നേതൃത്വം നൽകിയ വനിത കൈ കുഞ്ഞാക്കമ്മ എന്നാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. കാരണം ഇങ്ങനെയുള്ള അതായത് സ്ത്രീകൾ മുന്നിട്ട് നടത്തി അല്ലെങ്കിൽ അതിന് സമരത്തിന് നേതൃത്വം കൊടുത്ത സ്ത്രീകളാണെങ്കിൽ അങ്ങനത്തെ സമരങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്യണം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മിഷണറി സംഘങ്ങളുടെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സ്ഥിരം ചോദിക്കാറുണ്ട്. ഒന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി, അത് എവിടെയായിരുന്നു പ്രവർത്തന മേഖല? തിരുവിതാംകൂർ ആയിരുന്നു. ഇനി ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS കൊച്ചി തിരുവിതാംകൂർ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ തന്നെ ചിലപ്പോൾ സ്പെസിഫൈ ചെയ്ത് ചോദിക്കും. പിന്നെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ് 1817 നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഇത് നമ്മൾ ലേറ്റസ്റ്റ് നടന്നതിലൊരെണ്ണം കണ്ടു അല്ലെ, റാണി ഗൗരി പാർവതിബായി സംബന്ധിച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ പാഠഭാഗത്ത് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. 1817 നാട്ടുഭാഷാ വിദ്യാലയങ്ങൾ ആരംഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിബായി ആണ്. അടുത്തത് ഒരു സർക്കാർ അച്ചുകൂടം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് 1836 കേട്ടോ. ഒരു സർക്കാർ അച്ചുകൂടം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് 1836 അപ്പോൾ ഈ 1836 തന്നെയാണ് സ്വാതി തിരുനാൾ തിരുവനന്തപുരത്ത് രാജാസ് ഫ്രീ സ്കൂൾ ആരംഭിച്ച വർഷവും. ഓക്കെ, പിന്നീട് ഈ രാജാസ് ഫ്രീ സ്കൂൾ ആണ് എന്തായി മാറിയത്? യൂണിവേഴ്സിറ്റി കോളേജ് ആയിട്ട് ഉയർത്തപ്പെട്ടത്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷം ഇമ്പോർട്ടന്റ് ആണ്, കാരണം നമ്മൾ ലേറ്റസ്റ്റ് നടന്ന എക്സാമിൽ വർഷം റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കണ്ടു കാണുമല്ലോ. അടുത്തത് സാമൂഹിക അസമത്വം പരിഹരിക്കുക എന്ന തീരുമാനം ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് എടുത്തിട്ടുള്ളതെന്നാണ്. ഓക്കെ, സാമൂഹിക അസമത്വം പരിഹരിക്കുക എന്ന തീരുമാനം അത് 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു കേട്ടോ ആ ഒരു തീരുമാനം വന്നത്. അത് ശ്രദ്ധിക്കുക. സാമൂഹിക അസമത്വം പരിഹരിക്കുക എന്ന തീരുമാനം എടുത്തത് 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അടുത്തത് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനും നാട്ടുരാജ്യങ്ങളെ കൂടി സംസ്ഥാന പരിധിയിൽ ഉൾപ്പെടുത്താനും തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്നുള്ളതാണ്. ഓക്കെ,
ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ എന്ത് ചെയ്യുക, റീഓർഗനൈസ് ചെയ്യുക. നാട്ടുരാജ്യങ്ങളെ കൂടി സംസ്ഥാന പരിധിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം നാഗ്പൂർ സമ്മേളനമാണ്. ഇത് ഏത് വർഷമായിരുന്നു എന്നറിയോ? 1920. ഓക്കെ. അടുത്തത് കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം. ഓക്കെ, കേരളം സമ്പൂർണ്ണ സാക്ഷരതാ വർഷമായി പ്രഖ്യാപിച്ച വർഷം 1990 ആണ് കേട്ടോ. പിന്നെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നത് 1995. ഓക്കെ, നമ്മുടെ നാഷണൽ സയൻസ് ആണ് കേട്ടോ, അതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് മലേറിയ ബാധിക്കുന്ന ശരീരഭാഗം. ഇത് ചിലപ്പോൾ ചോദിക്കാട്ടോ, ഓരോ അസുഖങ്ങളെ ബാധിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ മലേറിയ ബാധിക്കുന്ന ശരീരഭാഗം പ്ലീഹയാണ് കേട്ടോ, അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ ടൈഫോയിഡ്, കൊളറ മുതലായവ ബാധിക്കുന്ന ശരീരഭാഗം അത് കുടലാണ്. ഓക്കെ, ടൈഫോയിഡ് കൊളറയൊക്കെ എപ്പോഴും ചോദിക്കാൻ സാധ്യതകളാണ്. സ്പൂട്ടിന് കാരണമാകുന്നത് എന്താണ്? ഫംഗസ് ആണ്. ഓക്കെ, ഇത് കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലൊക്കെ എന്താണ് മണ്ണുമായിട്ട് സമ്പർക്കം വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചൊറിച്ചിൽ പോലെ ഇങ്ങനെ വരുന്നതാണ്. നെക്സ്റ്റ് സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോറഡ്രിനാലിനാണ് കേട്ടോ, നോറഡ്രിനാലിൻ. ഓക്കെ, അടുത്തത് നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏതാണ്? നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയൂഷ ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ എല്ലാ അന്തസ്രാവി ഗ്രന്ഥികളെയും നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് എന്ത്? പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മാസ്റ്റർ ഗ്രന്ഥി എന്നും വിളിക്കാറുണ്ട് കേട്ടോ, മാസ്റ്റർ ഗ്രന്ഥി. അടുത്തത് ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മയിലെ പ്രോട്ടീൻ അതേതാണ്? ഗ്ലോബുലിൻ ആണ്. പ്ലാസ്മയുടെ കളർ എന്താണ്? ലൈറ്റ് യെല്ലോ, അതായത് ഇളം മഞ്ഞ നിറമാണ്. ഈ പ്ലാസ്മയിലൂടെയാണ് ദഹനഫലമായിട്ടുണ്ടാകുന്ന ഫാറ്റി ആസിഡ്സ്, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ് ഒക്കെ നമ്മളുടെ കോശങ്ങളിൽ എത്തിച്ചേരുന്നത്. ഇന്ന് രക്തത്തിലെ ആന്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പ്ലാസ്മയാണ്. ഓക്കെ, ഇനി ഈ പ്ലാസ്മയുടെ നമ്മൾ ആക്ച്വലി കണ്ടന്റ് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കൂട്ടോ. അതിൽ കുറച്ച് ശതമാനം വാട്ടർ ഉണ്ട്, ഒബ്വിയസ്ലി വാട്ടർ ഉണ്ട്. ദെൻ പ്രോട്ടീൻസ് ഉണ്ട്. ഓക്കെ, പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? കൊഴുപ്പ്, ലവണങ്ങൾ, പഞ്ചസാര, അങ്ങനെയുള്ള അതർ ഫാക്ടേഴ്സും കൂടി ഇതിലുണ്ട്. ഓക്കെ, ഇതിൽ ഈ പറയുന്ന പ്രോട്ടീൻസ് ഉണ്ടല്ലോ, ഈ പ്രോട്ടീൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ അത് ഏതൊക്കെയാണ് പ്രോട്ടീൻസ് പ്ലാസ്മയിൽ കാണപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം. ഓക്കെ, ആ കാണുന്ന പ്രോട്ടീൻസ് ആണ് ആൽബുമിൻ, ഓക്കെ, ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ഓക്കെ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ, ഇത്രയും പ്രോട്ടീൻസ് ആണ് നമ്മുടെ പ്ലാസ്മയിൽ ഉള്ള പ്രോട്ടീൻസ്. ഓക്കെ, ഈ പ്രോട്ടീൻസിൽ ആൽബുമിൻ എന്താണെന്നറിയോ ചെയ്യുന്നത്? ആൽബുമിൻ നമ്മുടെ ശരീരത്തിന്റെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഗ്ലോബുലിൻ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കണ്ട ആ പോയിന്റ് ആണത്. എന്താ? ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ്, പ്ലാസ്മയിലെ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈബ്രിനോജനോ, ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് എന്ത്? ഫൈബ്രിനോജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ, പ്ലാസ്മ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തത് മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ, അത് ഏതാണ്? അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റ്സും, അതായത് ന്യൂക്ലിയസ് ഇല്ലാത്തത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസ് ഉള്ള ആളാരാണ്? WBC ആണ്. പിന്നെ നെക്സ്റ്റ് ശ്വേത രക്തകോശങ്ങളിൽ നിന്നുണ്ട് കേട്ടോ. ശ്വേത രക്തകോശങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രക്തകോശം ഏതാണ്? അതേതാണ്? WBCയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ന്യൂട്രോഫിലാണ്. ബ്ലഡ് സെൽസിനെ സംബന്ധിച്ചുള്ള കാര്യം പഠിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ഫങ്ഷൻസ്. ഓക്കെ, എന്താണ് ഓരോന്നിൻ്റെയും? RBC, WBC, പ്ലേറ്റ്ലെറ്റ്. ഇതിൽ RBCയുടെ പേര് എന്താണ്? ശരിക്കും ശാസ്ത്രീയ നാമം എറിത്രോസൈറ്റ്സ്. WBCയുടെ എന്താണ്? ലൂക്കോസൈറ്റ്സ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എന്താണ്? അത് ത്രോംബോസൈറ്റ്സ്. ഓക്കെ, ഈ നെയിംസ് കൃത്യമായി പഠിക്കുക. ദെൻ ഞാൻ പറഞ്ഞ പോലെ ഫങ്ഷൻസ്, ദെൻ അതിൻ്റെ കളറ്. RBCയുടെ കളർ റെഡ് ആണ്, WBCക്കും പ്ലേറ്റ്ലെറ്റ്സിനും എന്തില്ല? കളറില്ല. ഓക്കെ, പിന്നെ ഇത് എത്ര എണ്ണം കാണപ്പെടുന്നു, നമ്പർ എത്രയാണ്, അതിൻ്റെ കൗണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ RBC ആണ്. ഓക്കെ, അതിനുശേഷം പ്ലേറ്റ്ലെറ്റ്സ് ആണ്. കുറവ് എണ്ണത്തിൽ കാണുന്നത് WBC ആണ്. ദെൻ അതിൻ്റെ എന്താണ്? ആയുർദൈർഘ്യം എത്രയാണ്, അതിൻ്റെ ആയുർദൈർഘ്യം എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇത് എവിടെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഇപ്പോൾ RBC എവിടെയാണ്? ചുവന്ന അസ്ഥിമജ്ജയിലാണ്. ഓക്കെ, WBC എവിടെയാണ്? അസ്ഥിമജ്ജയിലും ലിംഫ് ഗ്രന്ഥിയിലുമാണ്. ഇനി പ്ലേറ്റ്ലെറ്റ്സോ? അസ്ഥിമജ്ജയിലും പ്ലീഹയിലുമാണ്. പ്ലീഹയുടെ ഇംഗ്ലീഷ് സ്പ്ലീൻ എന്നാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതൊക്കെ നശിപ്പിക്കപ്പെടുന്നത് അതും കൃത്യമായിട്ട് ഇത് ഒരു ബോക്സ് പോലെ പഠിച്ചു വെക്കണം കേട്ടോ, ബ്ലഡ് സെൽസിന്റെ. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് WBC കൃത്യമായിട്ട് നോക്കണം. WBC ആക്ച്വലി എന്താണ്? നമ്മുടെ ശരീരത്തിലെ പോരാളി അല്ലെ, പ്രതിരോധ ഭടന്മാർ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന WBC അഥവാ ശ്വേതരക്താണുക്കൾ അഥവാ ലൂക്കോസൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആന്റിബോഡികൾ ആക്ച്വലി ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? WBC ആണ്. ഇവയ്ക്ക് ന്യൂക്ലിയസ് ഉണ്ട്, നമ്മൾ പറഞ്ഞു. ഇവയെ ആക്ച്വലി രണ്ടായിട്ടാണ് തിരിക്കുന്നത്. ഒന്ന് ഗ്രാനുലോസൈറ്റ്സ്, ഞാൻ ഷോർട്ടായിട്ട് എഴുതുന്നത് കേട്ടോ. പിന്നെ അഗ്രാനുലോസൈറ്റ്സ്, അതായത് തരികളുള്ളതും തരികളില്ലാത്തതും.
കോശദ്രവ്യത്തിൽ തരികളുള്ളതാണ് ഗ്രാനുലോസൈറ്റ്സ്, കോശദ്രവ്യത്തിൽ തരികളില്ലാത്തതാണ് അഗ്രാനുലോസൈറ്റ്സ്. നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട ക്ലാസിഫിക്കേഷൻ ഈ ഗ്രാനുലോസൈറ്റ്സിലും അഗ്രാനുലോസൈറ്റ്സിലും സെപ്പറേറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്. അതായത് തരികളുള്ള ശ്വേതരക്താണുക്കളായ ഗ്രാനുലോസൈറ്റ്സ്, ഗ്രാനുൾസ് ഉള്ളത് അത് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? ന്യൂട്രോഫിൽ, ദെൻ ഇസിനോഫിൽ, ദെൻ ബേസോഫിൽ. ഓക്കെ, ഇങ്ങനെയാണ് ഇത് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ന്യൂട്രോഫിൽ, എസിനോഫിൽ, ബേസോഫിൽ. ഇനി ഈ അഗ്രാനുലോസൈറ്റ്സിനെയാണ് എങ്ങനെ തിരിച്ചിട്ടുള്ളത്? ലിംഫോസൈറ്റ്, ഓക്കെ, ദെൻ മോണോസൈറ്റ്സ്, ഇങ്ങനെയാണ് തിരിച്ചിട്ടുള്ളത്. ഇത് ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം, അതിന്റെ പ്രത്യേകതകൾ. ഇതിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏതാണെന്നറിയോ? ഫാഗോസൈറ്റോസിസ്. അതായത് ഈ ഫോറിൻ ബോഡീസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എത്തിക്കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവൃത്തി ചെയ്യുന്ന രണ്ടേ രണ്ട് WBC ആൾക്കാരേ ഉള്ളൂ. ആരാണെന്നറിയോ? ഒന്ന് നമ്മൾ കണ്ട ന്യൂട്രോഫിലും അതുപോലെ തന്നെ മോണോസൈറ്റ്സും. ഓക്കെ, മോണോസൈറ്റ്സും. ഇത് ബൈഹാർട്ടായിട്ട് തന്നെ പഠിക്കണം, ഇത് എപ്പോഴും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണം. ഇസിനോഫിൽ എന്തിനാണ് സഹായിക്കുന്നത്? അത് ആക്ച്വലി അലർജി സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ബേസോഫിൽ പറയുകയാണെങ്കിലോ അതും വീങ്ങൽ പ്രക്രിയയിലൊക്കെ ഏർപ്പെടുന്ന ഇതാണ് ബേസോഫിൽ എന്ന് പറയുന്നത്. ലിംഫോസൈറ്റ് നമ്മൾ കുറച്ചും കൂടി, ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഗ്രാനുലോസൈറ്റ്സിന്റെ വിഭാഗത്തിലുള്ളതാണ് കണ്ടത്. പിന്നെ ഇത് മാത്രമാണ് എന്ത് ഗ്രാനുലോസൈറ്റ്സിൽ വരുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് എന്ത്? ലിംഫോസൈറ്റിനെ ആക്ച്വലി BT എന്ന് പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ബി ലിംഫോസൈറ്റ്സ് എന്തിനൊക്കെ സഹായിക്കുന്നു? അത് ആന്റിബോഡികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. സോ ദാറ്റ് ബാക്ടീരിയാസ്, വൈറസ് ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് കയറുമ്പോൾ ആന്റിബോഡീസ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഓക്കെ, ആന്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്ന തരം ബി ലിംഫോസൈറ്റ് ആണ് എന്ത്? ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡികളെ അറിയപ്പെടുന്നതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ഓക്കെ, ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന ആന്റിബോഡീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന് ആകൃതിയാണുള്ളത്, ആകൃതി. ഓക്കെ, അസ്ഥിമജ്ജയിലാണ് ബി ലിംഫോസൈറ്റ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അസ്ഥിമജ്ജയിൽ നിന്ന് ഉത്ഭവിക്കുന്ന തൈമസ് ഗ്രന്ഥിയിൽ ചെന്ന് പക്വത പ്രാപിക്കുന്നതുമായിട്ടുള്ള ഒരു തരം ലിംഫോസൈറ്റ് ആണ് ടി ലിംഫോസൈറ്റ്. ക്യാൻസർ കോശങ്ങളും വൈറസ് ബാധിച്ച കോശങ്ങളെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നത് ഏതാണ്? ഈ പറയുന്ന ടി ലിംഫോസൈറ്റുകളാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അല്ലേ. എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ആക്ച്വലി ലിംഫോസൈറ്റ് ആണ്. ഓക്കെ, ലിംഫോസൈറ്റിനെയാണത് എന്ത് ചെയ്യുന്നത്? ആക്രമിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ട മോണോസൈറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, വിഴുങ്ങൽ പ്രക്രിയ ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന ഒരു സംഭവം. പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ഉണ്ടാവും. അതായത് അപ്പോൾ എനിക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാതെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഏറ്റവും വലിയ രക്താണു ഏതാണ്? ഏറ്റവും വലുത് WBC ആണ്. ഏറ്റവും ചെറുതോ? അത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇനി WBCയിൽ തന്നെ ഏറ്റവും വലുത് ഏതാണ്? അത് മോണോസൈറ്റ് ആണ്. അതിൽ ഏറ്റവും സ്മോൾ WBCയിൽ ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ ഒരു ദൈർഘ്യമുള്ള ശ്വേതരക്താണു ഏതാണ്? അത് ലിംഫോസൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പൊ ആ രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അതൊന്ന് കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം കേട്ടോ. ചിലപ്പോൾ നമ്മളോട് അറേഞ്ച് ചെയ്യാനോ അത് റിലേറ്റഡ് ആയിട്ട് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നമുക്ക് പല ചോദ്യ പേപ്പറുകളിലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രക്തം കട്ടപിടിക്കൽ എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കി വെച്ചേക്കാം. അതുപോലെ തന്നെ രക്തഗ്രൂപ്പുകൾ, ഓക്കെ, രക്തഗ്രൂപ്പ്, അതിൽ ആന്റിജൻ, ആന്റിബോഡി, ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ബോക്സ് മാത്രം പഠിച്ചാൽ മതി അതിന്റെ കാര്യത്തിൽ കേട്ടോ. വേറെ കൂടുതലൊന്നും ഈ ബ്ലഡ് സർക്കുലേഷനായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ അധികം നോക്കണമെന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ, അതായത് രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ്? അത് ലങ്സ് ആണ്. ശ്വാസകോശമാണ് രക്തത്തെ ശുദ്ധീകരിക്കുന്നത്. എന്നാൽ അരിച്ച് ശുദ്ധീകരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃക്കയാണ്. ഓക്കെ, വൃക്കയാണ്. ഇനി നമുക്കറിയാം രക്തം പമ്പ് ചെയ്യുന്ന ആളാരാണ്? അത് ഹാർട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ഞാൻ ജസ്റ്റ് ആണ് പറഞ്ഞത്. നമ്മൾ നാളെയും ഇതേപോലെ കുറച്ച് ഫാക്ട്സുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യാട്ടോ. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, അതിൽ ഇതൊന്നുമില്ല. പക്ഷെ എങ്ങാനും നമ്മൾ ഇൻകേസ് കുറേയധികം പഠിക്കുന്നതിന്റെ തിരക്കിൽ വിട്ടുപോവുക അല്ലെങ്കിൽ എന്താണ് നമ്മൾ പെട്ടെന്ന് മറന്നു പോകാനൊക്കെ ചാൻസ് ഉള്ളതാണുള്ളത്. കുറേയധികം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതൊക്കെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ